തൈക്കുടം ബ്രിഡ്ജ്, മസാല കോഫി, ജോബ് കുര്യൻ, അകം ബാൻഡ് ഇവരുടെയൊക്കെ പാട്ടുകൾ വെച്ചിട്ട് ഒരു കാലത്ത് നമ്മളെ പിടിച്ചിരുത്തിയിരുന്ന ഒരു ചാനല്. അത്രയും ലൈം ലൈറ്റിൽ കത്തി നിന്നിരുന്ന കപ്പ ടിവിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഓർക്കാറില്ല. നമ്മൾ അവരെ മറന്നു പോവാൻ എന്തായിരിക്കും സംഭവിച്ചത്? 2013 മാതൃഭൂമി ന്യൂസിന്റെ കൂടെ കപ്പ ടിവിയും വരുന്നത്. അന്ന് യൂത്ത് ഓഡിയൻസ് ആയിരുന്നു അവരുടെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ള കുറെ വെറൈറ്റി പരിപാടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കിയുള്ള ചാനലുകൾ ഇങ്ങനത്തെ റിയാലിറ്റി ഷോസ് പോലത്തെ പരിപാടികൾ പിടിച്ചുകൊണ്ടിരുന്നപ്പോ അതിൽ നിന്നൊക്കെ മാറി കുറെ ഇൻഡി മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്കും ഇൻഡിപെൻഡന്റ് ബാൻഡുകൾക്കും ഒരു എക്സ്പോഷർ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അതൊക്കെയായിരുന്നു അവരുടെ അന്നത്തെ കോർ ഐഡിയ. അങ്ങനെ മ്യൂസിക് മോജോ ഫസ്റ്റ് സീസൺ നടന്നു. ആ സീസണിൽ തൈക്കുടം ബ്രിഡ്ജ്, ജോബ് കുര്യൻ, അകം ബാൻഡ് ഇവരെയൊക്കെ ഫീച്ചർ ചെയ്തു. അവരുടെ ഒറിജിനൽ പാട്ടുകളും പിന്നെ മറ്റു പല പാട്ടുകളുടെയും കവർ വെർഷൻസും ആ സീസണിൽ ഉണ്ടായിരുന്നു. ഈ പാട്ടുകളൊക്കെ മലയാളികൾ ഒന്നടങ്കി ഏറ്റെടുത്തു. അങ്ങനെ മ്യൂസിക് മോജോ വൻ ഹിറ്റ്. പിന്നീടുള്ള സീസണുകളിൽ സൂരജ് സന്തോഷിന്റെ മസാല കോഫി, സിത്താരയുടെ പ്രൊജക്ട് മലബാറിക്കസ്, ഗൗരി ലക്ഷ്മി ഇവരെയൊക്കെ ഫീച്ചർ ചെയ്തു. അങ്ങനെ മ്യൂസിക് മോജോയുടെ വൻ വിജയത്തോടെ മറ്റ് ചാനലുകൾ ഒന്നും പിടിക്കാത്ത ഒരു പരിപാടി ഇവർ പിടിച്ചു. ഈ മ്യൂസിക് മോജോ വഴി ബ്രേക്ക് ത്രൂ കിട്ടിയ ആർട്ടിസ്റ്റുകളെ ലൈനപ്പ് ചെയ്തുകൊണ്ട് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ, അതെ 2015 മോജോ റൈസിംഗ് അങ്ങനെ നടന്നു. അതും വൻ സക്സസ് ആയിരുന്നു. മോജോ റൈസിംഗ് പിന്നീട് 2018 2020 നടന്നു. ഇതിൽ 2018 നടന്ന എഡിഷനിലാണ് ബോബ് മാർലിയുടെ മകൻ കൈമണി മാർലി പങ്കെടുത്തത്. മ്യൂസിക് മോജോ വൻ ഹിറ്റ് ആയിരുന്നെങ്കിലും ഒരു മ്യൂസിക് ചാനൽ എന്ന് പറയുന്ന ഒരു ലേബലിൽ നോക്കുമ്പോൾ സൂര്യ മ്യൂസിക് പോലത്തെ ചാനലുകളിൽ നിന്നും അവർക്കും നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. മ്യൂസിക് മോജോ കൂടാതെ ആ ഒരു ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം മാത്രമാണ് പിന്നെ കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരുന്നത്. What do you think is happiness? It's in the moment. 2 പ്രോഗ്രാംസ് വെച്ചിട്ട് ഒരു ചാനൽ ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചാനൽ റവന്യൂവിനേക്കാളും കൂടുതൽ അവർക്ക് പൈസ കിട്ടിയിരുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയായിരുന്നു. ഇന്റർനെറ്റിന്റെ കുതിപ്പ് സംഭവിച്ചതോടെ ഈ ഓൺലൈൻ ഓഡിയൻസും സ്പ്ലിറ്റ് ആവാൻ തുടങ്ങി. നമ്മളൊക്കെ ഈ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സ്പോട്ടിഫൈ പോലത്തെ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബാൻഡുകൾക്ക് കപ്പ ടി വി നൽകിയതുപോലത്തെ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യമില്ലാതെയായി. എല്ലാവരുടെയും ഫോൺ ഉണ്ട്, നെറ്റ് ഉണ്ട്. പിന്നെ ശരിക്കും ഇങ്ങനത്തെ ഒരു ചാനലിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ആ ചാനല് നമ്മുടെ ഇടയിൽ നിന്നൊക്കെ അകലാൻ തുടങ്ങി. അവരതിന്റെ ഇടയിൽ ചെയ്ത മറ്റു പല പരിപാടികളും അത്ര സക്സസ് ആയില്ല. പിന്നെ 2020 മാതൃഭൂമി CEO ആയിരുന്ന മോഹൻകുമാറിന്റെ രാജിയും കൊറോണയും അവരെ ബാധിച്ചു. അതിന്റെ ഇടയിൽ മ്യൂസിക് മോജോ നിന്നും പോയി. പിന്നീട് അവര് ചാനലില് പുതിയതായിട്ട് കുറെ പരിപാടികൾ ട്രൈ ചെയ്തെങ്കിലും ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഇതിന് പിന്നെ ഒരു മാറ്റം സംഭവിക്കുന്നത് 2023 മ്യൂസിക് മോജോയുടെ പിന്മുറക്കാരൻ എന്ന രീതിയിൽ കപ്പ ഒറിജിനൽസ് അവർ ലോഞ്ച് ചെയ്തു. കപ്പ ഒറിജിനൽസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ കവർ വെർഷൻസ് ഒന്നുമല്ല, ശരിക്കും ഒറിജിനൽ സോങ്. അതായിരുന്നു ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം. അതും അത്ര പോപ്പുലർ ആയില്ല. എന്നാൽ 2024 കപ്പ ഒറിജിനൽസിന്റെ ബാനറിൽ അവരൊരു കൾച്ചറൽ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ നടത്തി. ഈ ഒരു മ്യൂസിക് ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ഷോകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ മൾട്ടിപ്പിൾ ജോണേഴ്സ് ആയ ഹെവി മെറ്റല്, റാപ്പ്, ഇങ്ങനെ പല ജോണറിൽ നിന്നുള്ള മ്യൂസീഷ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു കൾച്ചറൽ ഫെസ്റ്റ് ആയിരുന്നു അത്. 2024 കൊച്ചിയിൽ നടന്ന ഈ ഇവന്റില് 12,000-ഓളം പേര് പങ്കെടുത്തിരുന്നു. അതൊരു വൻ വിജയമായിരുന്നു. കൾച്ചർ 2025 നടന്നിരുന്നു. ഒരു ചാനൽ എന്ന നിലയിൽ ഒരിക്കലും സക്സസ് ആവാൻ കപ്പ ടിവിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ കൾച്ചറൽ ഫെസ്റ്റുകള്, മ്യൂസിക് ഷോ ആ ലെവലിലൊക്കെ ഒരു വലിയ സക്സസ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. ഈ വീഡിയോകള് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കുള്ള അറിവുകൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം.